എൻ്റെ ലൈഫിൽ ഇത്രയും കൂടുതൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ള വേറെ സ്ഥലം വേറില്ല. ഞാൻ എൻ്റെ +2 പഠിച്ചിട്ടുള്ള സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത്. കാരണം അതൊരു പട്ടി സ്കൂളായിരുന്നു. ഹലോ ഗൈസ്, ഐ എം ആര്യനന്ദ. ഐ എം 18 years old and ഐ എം എ ഫസ്റ്റ് ഇയർ BTech സ്റ്റുഡൻറ്റ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കണമായിരുന്നു. ഞാൻ ഇരുന്ന് BE പഠിക്കണമായിരുന്നു. നാളെ ഒരു മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ട്. ഞാൻ ഇന്ന് പഠിക്കണമായിരുന്നു. ഞാൻ ആലോചിക്കുന്നു, ഒരു വർഷം മുന്നേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നോ? കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കൂടുതൽ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ള വേറെ സ്ഥലം വേറില്ല. ഞാൻ എൻ്റെ +2 പഠിച്ചിട്ടുള്ള സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളത്. കാരണം അതൊരു പട്ടി സ്കൂളായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലാബുള്ള ദിവസങ്ങളിൽ പിന്നെ ലാസ്റ്റ് ടീച്ചർ എനിക്ക് അറ്റൻഡൻസ് തരില്ലെന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത്. അല്ലാണ്ട് ഞാനവിടെ പോയിട്ടില്ല. പക്ഷേ അത് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ ആ സ്കൂളൊക്കെ എന്ത് രസമായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ എന്ത് രസമായിരുന്നു, അവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് രസമായിരുന്നു. ഒരു വർഷം കൊണ്ട് എൻ്റെ ലൈഫാക്കി മറിഞ്ഞുപോയി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇപ്പം മൊത്തത്തിലൊരു എന്തൊക്കെയോ എനിക്ക് കിളി പോയി. അതാണ്, ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. അത് പോയി, എൻ്റെ റീലേ ഫുള്ള് പോയി. ഞാൻ BTech എടുത്തോടുകൂടി എൻ്റെ ഫുള്ള് പോയി എൻ്റെ റീലേ. ഞാനിപ്പം ആരാ അങ്ങനത്തെ അവസ്ഥയായി ഇപ്പം എനിക്ക്. കാരണം എനിക്ക് അറിഞ്ഞൂടാ എന്താണ് സംഭവിച്ചത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ മറ്റേ സോഷ്യലൈസിങ് ആയിരുന്നു പണ്ട്, ഭയങ്കര എക്സ്ട്രോവേർട്ട്, അൾട്രാ പ്രോമാക്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കണം. ഞായറാഴ്ചകളിൽ ഇപ്പം സന്തോഷമില്ല. ഞായറാഴ്ച ആകുമ്പോൾ ഡിപ്രഷൻ ആകുമ്പോൾ അയ്യോ തിരിച്ച് പോകണ്ടേ, കോളേജിൽ പോകണ്ടേ നാളെ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എന്തെടുത്ത് പറഞ്ഞേ ആരെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. റിലേറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ ഇരുന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ നാളത്തെ എക്സാമിന് പൊട്ടും. ബൈ.